നമസ്കാരം. മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്, അതായത് മോർണിംഗ് ലൈവിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കൂടെ കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് ലൈവിൻ്റെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിലേക്ക് പോവാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 1.5 വർഷം മേലെ ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ചാർട്ട് നമ്മുടെ എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനും, അതേപോലെ കൺസോൾട്ടേഷൻ സോണ്, മാർക്കറ്റ് എവിടെ വരെയൊക്കെ പോകാം, നമുക്ക് ലോങ് ഡ്രൈവിനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാണ്. അതിൽ ഒറ്റ വാക്കി പറഞ്ഞാൽ ലോസ് മാക്സിമം കുറക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലോസ് കുറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റിലേക്ക് വന്നോളൂ. അപ്പോൾ ഈ ഒരു ചാർട്ട് F&O സെഗ്മെൻറ്റ്, ഫോറക്സ്, ക്രിപ്റ്റോ, അതേപോലെ MCX കൊമോഡിറ്റി സെഗ്മെൻറ്റിന് ഏത് കാര്യത്തിനാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് 1 മിനിറ്റ് മുതൽ 1 മന്ത് വരെയുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കുറേ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ എളുപ്പമാണ്. സ്വിംഗ് ട്രേഡേഴ്സിനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 സ്റ്റോക്ക് പല ടൈം ഫ്രെയിമിലൊക്കെ വരക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരു 500 സ്റ്റോക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് അനലൈസ് ചെയ്ത് എൻട്രി എക്സിറ്റൊക്കെ ഏകദേശം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്, ട്രെൻഡ് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി പഠിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. അതിനു മുമ്പ് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ തെളിഞ്ഞു വരും. ആ വീഡിയോ നിങ്ങൾക്ക് കാണാം, അതിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാം. പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് 1.5 വർഷത്തെ ഡാറ്റാസ് അവൈലബിൾ ആണ്, അത് കാണാൻ പറ്റും. യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ ഇത് പഠിച്ചാൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകും എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് 101% ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാർട്ട് പഠിച്ചാൽ അതിൻ്റേതായ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൺഫേം ആണെങ്കിൽ, നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാർട്ട് പഠിക്കാനായിട്ട് എന്നെ വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ കൂടുതലും നിഫ്റ്റിയുടെ ഓപ്ഷൻ ബയറാണ്. അപ്പോൾ ഞാൻ വലിയ ലോട്ടൊന്നും ഇട്ട് ചെയ്ത് വലിയ ലക്ഷ്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരാളൊന്നുമല്ല, നമ്മളൊരു സാധാരണക്കാരനാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഡെയിലി ഒരു എന്താ പറയുക, വൈകിട്ട് അരിമേടിക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ള അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിൽ നിന്ന് മാക്സിമം പിഴിഞ്ഞൂറ്റി എടുക്കുക. അതായത് പൊന്മുട്ടിടുന്നൊരു താറാവിനെ കിട്ടിയിട്ട് അതിന് കൊല്ലുന്ന പരിപാടി എനിക്കില്ല. എല്ലാ ദിവസവും പൊന്മുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് ജീവിക്കാനും സന്തോഷമായിട്ട് കടങ്ങളില്ലാതെ മുമ്പോട്ട് പോകാനും ആയിട്ടുള്ള ഒരു എടുക്കുക. പിന്നെ അതുപോലെ ഓവർ ട്രേഡ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ആരോഗ്യം കളയുന്ന പരിപാടിയൊന്നും എനിക്കില്ല. എനിക്ക് ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസ് അല്ലെങ്കിൽ എല്ലാ ട്രേഡേഴ്സിനും കാണുന്ന പോലെ കാണാനായിട്ട് ശ്രമിക്കേണ്ട, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു രീതികളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി ഒരു ഡിസിപ്ലിൻ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് മുമ്പോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നിഫ്റ്റിയുടെ ലൈവ് ഉണ്ട് രാവിലെ 9:15 തൊട്ട് 11 മണി വരെയും, വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെ. അപ്പോൾ ഈ സമയത്ത് അതായത് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാട്ടോ ഇങ്ങനെ ഒരു ടൈം കീപ്പ് ചെയ്തിരിക്കുന്നത്, ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുത്ത് മാറാൻ വേണ്ടിയിട്ടാണ്. ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡേഴ്സിനെ സംബന്ധിച്ച്. ഓവർ ട്രേഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ആരോഗ്യം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കാനായിട്ട് എല്ലാ ട്രേഡേഴ്സും ശ്രമിക്കുക. അപ്പോൾ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് എന്നെ വിളിക്കാവുന്നതാണ്. ഒരിക്കലും കോളോ ടിപ്പോ, അതായത് ഈസി മണി മേക്കിംഗ്, ഞാൻ പറയുന്നു നിങ്ങൾ എടുക്കുന്നു, ഞാൻ പറയുന്നു നിങ്ങൾ വിൽക്കുന്നു, അങ്ങനെ ഈ പറഞ്ഞ പോലെ ഈസി മണി മേക്കിംഗ് അല്ല. ഞാനിവിടെ എന്താ പറയണത്, ഒരു സപ്പോർട്ടാണ്, ഒരു വ്യൂ അനലൈസറാണ്. നിങ്ങളെ കൊണ്ട് ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക, ടെൻഷൻ അടിച്ച് ട്രേഡ് ചെയ്യിപ്പിക്കാതിരിക്കുക. കൃത്യമായിട്ടുള്ള വ്യൂ ഞാൻ പറയുന്നതനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഡിസിഷൻ എടുക്കുകയും വിൽക്കുകയും കാര്യങ്ങളും ചെയ്തോണം. തുടക്കത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എൻട്രി എക്സിറ്റ് മനസ്സിലാവാനായിട്ടുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. അപ്പോൾ നമുക്ക് അപ്പോൾ മാക്സിമം കുറച്ച് ലൈവ് വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിന്ന് കാണുക. അപ്പോൾ നിങ്ങൾ ആ ലൈവിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുമായിരുന്നോ എന്നുള്ള ചിന്തയാണ് നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ലൈവിലേക്ക് വരാം. കുറച്ച് സീറ്റ് കൂടെ അവൈലബിൾ ആണ്. എന്തായാലും 21 പേരാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, അത്രയൊന്നും ആയിട്ടില്ല. ഫ്രീ ആണ്, അല്ലെങ്കിൽ കോള് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 വരെ 210 പേര് വരുമെന്ന് എനിക്കറിയാം. പക്ഷേ കുറച്ച് ദിവസം കിട്ടും, അത് അവസാനം നിങ്ങളുടെ പോവുകയും ചെയ്യും. നമ്മൾ എന്താ പറയണ്ടേ, നമ്മുടെ ഒരു എഫർട്ടിലൂടെ കിട്ടുന്ന പൈസ മാത്രമേ നമ്മൾ നിലനിൽക്കത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ പഠിക്കാനാണെങ്കിലും ലൈവിലേക്കാണെങ്കിലും ആർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എനിവേ നമുക്ക് ലൈവിലേക്ക് പോകാം. ഓക്കെ, സമയം 9:08 ആയിട്ടുണ്ട്. മാർക്കറ്റിൽ നല്ല ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആണ് വന്നിരിക്കുന്നത്, അതായത് 221.90. അപ്പോൾ ഞാൻ പറയായിരുന്നു, ഈ ഒരിക്കലും നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി
അങ്ങനെയുള്ള സാധനങ്ങളൊന്നും BTST എടുക്കരുത്. ബൈ ടുഡേ സെൽ ടുമാറോ, അതാണ് BTST എന്ന് പറയുന്നത്. ഇന്ന് മേടിക്കുക, നാളെ വിൽക്കുക. അങ്ങനെ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഇന്നലെ എടുത്ത് ഹോൾഡ് ചെയ്തവർക്കൊക്കെയോ എന്താ പറയണ്ട, ഒരാഴ്ച ഉണ്ടാക്കുന്നത് മുഴുവൻ ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇൻ്റർനാഷണൽ മാർക്കറ്റ് നമ്മുടെ ട്രേഡിന് ശേഷം ക്ലോസ് ആവുന്ന അനുസരിച്ചിട്ടായിരിക്കും. പിന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ ഇതാക്കണ അനുസരിച്ചിട്ടാണ് ചെറിയൊരു ഇതൊക്കെ വരുന്നത്. ഇന്നലെയൊക്കെ നല്ല മൈനസായിരുന്നെന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വെറുതെ രാത്രി ഉറക്കം ടെൻഷൻ അടിച്ചിരിക്കുക, വെളുപ്പിന് ഒരു മൂത്രം ഒഴിക്കാൻ ബാത്റൂമിൽ പോകാനായിട്ട് 1:30 എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റ് എടുത്ത് നോക്കുക. അതൊക്കെയാണ് മെജോറിറ്റി ആളുകളുടെ ശീലം. എങ്ങാനും അതിൽ ചോരപ്പുഴയാണെന്നുണ്ടെങ്കിൽ എടുത്ത് വെച്ചേക്കുന്നവർക്ക് അന്ന് ഉറക്കമേ ഇല്ല. രാവിലെ ആകുമ്പോൾ തലവേദന. എന്തിനാണ് ഈ പാട് കഴിക്കുന്നത്? ഡെയിലി ഒരു 10-21 പോയിൻ്റ് എടുക്കാനായിട്ടുള്ളൊരു സ്പേസ് കണ്ടെത്തി കഴിഞ്ഞാൽ പതുക്കെ നിങ്ങൾ ഓരോ മാസം ലോഡ് സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഡെയിലി 5000 രൂപ ഏൺ ചെയ്യുന്ന ലെവലിലേക്കാവും. 10ാം ക്ലാസ്സുകാരനായ എനിക്ക് ഈ മാസം ആവറേജ് ഒരു 60,000 എബോവ് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ് എംപ്ലോയിക്ക് കിട്ടുന്ന അതേ ഇതായി. അല്ല, എനിക്ക് ഇതിൽ നിന്ന് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വേണമെന്നുള്ള തോന്നൽ എപ്പോൾ ഉണ്ടാവുന്നോ അവിടെ തൊട്ട് നമ്മുടെ അധപ്പതനം തുടങ്ങും. അപ്പോൾ എനിവേ നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും വിഷയമല്ല. 230, 250, 500 പോയാലും നമ്മൾ അന്നന്ന് ട്രേഡ് ചെയ്തെടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ 25,000, 25, 100 വരെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഏകദേശം ഒരു ഭാഗത്തേക്കൊക്കെ നിർത്തി. അതായത് 25,077 വരെ മാർക്കറ്റ് പോയിട്ടുള്ളൂ. അപ്പോൾ സ്പേസ് ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ അതൊന്നും ഒരു ഡൗൺ ആയിട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട, തിരിച്ചൊക്കെ കയറി വരാം. അപ്പോൾ 25,004 മൈനസ് 221, അപ്പോൾ 222 പോയിൻറ്റ്, 222 പോയിൻറ്റ്. അപ്പോൾ 24,782, 24,782 എന്തെങ്കിലും ഒരു കാര്യം അവിടെ കാണും. അല്ലാതെ ഒന്നും അങ്ങനെ വന്ന് ഒരു പർട്ടിക്കുലർ ലെവലിൽ അങ്ങനെ പോയിന്റ് ക്ലോസ് ആവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവിടെ കാണാതിരിക്കില്ല. അപ്പോൾ എന്താണുള്ളത്, ഇവിടെ ഒരു വെള്ളം മറിഞ്ഞു കിടപ്പുണ്ട്. 24,781, 24,782 മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും നോക്കിയേ, ഇവിടെ മിച്ചമിട്ടിട്ട് പോയിട്ടുള്ളൊരു വയലറ്റ് ലൈൻ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ വെച്ചിട്ട് നമുക്ക് നോക്കി ഏകദേശം കൃത്യമായിട്ടുള്ളൊരു സ്ഥലത്തല്ലേ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ മാർക്കറ്റ് ഡൗണിലേക്കായിരിക്കും പോരാനായിട്ടുള്ള ചാൻസസ്. ഓക്കെ, നമ്മുടെ സോൺ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് മാർക്കറ്റ് വന്ന് ഇവിടെ തന്നെ ഇങ്ങനെ ഇന്ന് കൺസോൾട്ടേഷൻ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ RSI ഓൾറെഡി മുകളിലേക്കാണ് RSI നിൽക്കുന്നത്. അത് 50 മിനിറ്റ്സിൽ മുകളിലേക്കാണ്, 30 മിനിറ്റിൽ ഡൗൺ സൈഡിലേക്കാണ്. അപ്പോൾ 50 മിനിറ്റ്സിൽ മുകളിലോട്ട് പോയി കൺസോൾട്ടേഷൻ ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മെജോറിറ്റി സപ്പോർട്ട് എടുക്കാനുള്ളൊരു ഏരിയ എന്ന് പറയണത് എവിടെയാണ്? ഈ ബോക്സിൻ്റെ അകത്തായിരിക്കും മാർക്കറ്റ് ഇപ്പോൾ കൺസോൾട്ടേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ബോക്സിൻ്റെ ഒരു ലോ നമ്മൾ കുറച്ചും കൂടെ താഴത്തേക്കൊന്ന് നീട്ടണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മാക്സിമം കൺസോൾട്ടേഷൻ ചെയ്തിട്ട് സ്കാൽപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 24,814 നോട്ട് ചെയ്ത് വെക്കുക, 24,708 നോട്ട് ചെയ്ത് വെക്കുക. അവിടെ ഒരു ലൈനും കൂടി ഇടണം എന്നാലേ. ഓക്കെ, 24,708 ഏകദേശം 708, 710. അപ്പോൾ ഈ ബോക്സിന് മുകളിലേക്ക്, അതായത് ഇതിൻ്റെ അകത്ത് മാക്സിമം കൺസോൾട്ടേഷന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് താഴത്തോട്ട് വന്ന മാർക്കറ്റ് 3:30 ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിനു മുമ്പ് ഒരു കൺസോൾട്ടേഷൻ എത്തിപ്പെടാനുള്ള ചാൻസ് ഈ ബോക്സിന് താഴത്തോട്ട് പോയാൽ 24,649. ബോക്സിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 24,800 ഈ ഒരു ലെവല്. അത്രയും പ്രതീക്ഷിച്ചാൽ മതി, കൂടുതൽ നമുക്ക് ആഗ്രഹമൊന്നുമില്ല. ബോക്സിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ 24,882 ബോക്സിന് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ 24,649. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്യുന്ന ഏരിയ തന്നെ ആയിരിക്കും മാർക്കറ്റ്
ഈവനിങ് ക്ലോസ് ആവാനായിട്ടുള്ള ചാൻസസ് ഉള്ളത്. അപ്പോൾ മാക്സിമം വലിയ വലിയ പ്രതീക്ഷകളൊന്നും വെക്കണ്ട. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടേതായിട്ടുള്ള 21 പോയിൻറ്റ്സ് എടുത്തിട്ട് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ. 220 പോയിൻ്റ് നിലവിൽ ഡൗൺ ആയിട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലിലായിരിക്കും മാർക്കറ്റിന് കാര്യങ്ങൾ. അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24C നോക്കുകയാണെങ്കിൽ 9:13 ആയിട്ടുള്ളൂ, സമയമുണ്ട്. 224,800 സോറി 25,200 C 7,150. തൽക്കാലം 25,200 C സെലക്ട് ചെയ്ത് വെക്കാം. അല്ല 25,200 അല്ല, 24,800 C തൽക്കാലം സെലക്ട് ചെയ്ത് വെക്കുക. പിയിലാണെങ്കിൽ 25,800 24,800 P സെലക്ട് ചെയ്യാം. 9:14 ആയിട്ടുണ്ട്. 24,800 C 24,800 P. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. 170 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിയിൽ ചെറിയൊരു മൂവ്മെൻറ്റ് 178 സിയിൽ 172 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 180 സി 172 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 180 84 ഭാഗത്തേക്കായിരിക്കും സിയുടെ മൂവ്മെൻറ്റ്. $150 സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. 150 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പി 130 ഫാളാവുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് പി ഇപ്പോൾ ഓൾറെഡി നിൽക്കുന്നത്. അത് 150 താഴത്തോട്ട് ഈ ക്യാൻഡലിൻ്റെ ക്ലോസിങ് വരാൻ പാടില്ല. അത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ 170 തൊട്ട് എവിടം വരെ പോകാം, 170 75 ആ ലെവലിലായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസസ്. ഒരു 178 വലിയ പ്രശ്നങ്ങളില്ലാത്ത ഏരിയയാണ്. പിന് സൗണ്ടൊക്കെ കാണും, ഒരിത്തിരി വർക്ക് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അതൊന്നും കാര്യമാക്കണ്ട. $150 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് 135 ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ മതി. RSI ക്രോസ് ഓവർ ചെയ്ത് നിൽക്കുന്നത് പിയുടെ ലെവലിലേക്കാണ് ക്രോസ് ഓവർ ചെയ്ത് നിൽക്കുന്നത് തന്നെ. ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ 165 170 175 197 പിയിൽ 170 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് വരത്തുള്ളൂ. നല്ല കൺസോൾട്ടേഷൻ ആയിരിക്കും ഇന്ന് രാവിലെ തന്നെ. 172 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിൽ 150 താഴത്തോട്ട് വന്നാൽ 135 ഫാളാവും. ഏതാ പി 135 150 താഴത്തോട്ട് ആയിട്ടുണ്ട്, 149 ആയിട്ടുണ്ട്. ഇപ്പോൾ മാക്സിമം നമുക്ക് അവിടെ ഇടാൻ പറ്റുന്ന ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറഞ്ഞാൽ മാക്സിമം 145 വരെയൊക്കെ ചാൻസസ് ഉള്ളൂ. ആ 145 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് പോയാൽ അതെവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 145 വല്ലതും സ്റ്റോപ്പ് ലോസ് നമുക്കിപ്പോൾ പിയിലിട്ടെന്ന് വിചാരിച്ചോ. 150 എൻട്രി എടുത്തു, 145 സ്റ്റോപ്പ് ലോസ്, 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. അത് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ 145 135 ഇട്ട് ഫാളാവും. 10 പോയിൻ്റ് അവിടെ ഫാളാവുമ്പോൾ സിയിൽ 172 മുതൽ 180 വരെയുള്ള 8 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ
ഇപ്പുറത്തെ സ്റ്റോപ്പ് ലോസും പോയിട്ട് അപ്പുറത്ത് 3 പോയിൻ്റ് കിട്ടും. അതുകൊണ്ട് നമ്മൾ വെറുതെ പാനിക്കാവാതിരുന്നാൽ മാത്രം മതി. $145, $147 എന്നുള്ളതൊരു കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ 150 നിന്നാണെങ്കിലും 6 പോയിൻ്റ് ഓൾറെഡി 7 പോയിൻ്റ് ആണ്. RSI പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. 150 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ആ ഒരു പിയുടെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. എന്തൊക്കെയായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല കൺസോൾട്ടേഷനാണ്. SMA താഴെയാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഈ കൺസോൾട്ടേഷൻ വരുന്നത്. SMA വരുന്നത് വരെ മാക്സിമം മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരിക്കും. നമ്മൾ ഫേക്ക് ബ്രേക്കൗട്ട് അല്ലെങ്കിൽ അത് കഴിഞ്ഞ ആഴ്ചയിലെ, അതായത് ഈ ആഴ്ചയിലെ ആദ്യത്തെ എല്ലാ വീഡിയോയിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഫേക്ക് ബ്രേക്കൗട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇവിടെ 145 താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല. ഇവിടെ 72 മേളിലോട്ട് മാർക്കറ്റ് പോയിട്ടുമില്ല. അപ്പോൾ അത് കുറച്ചും കൂടെ അക്യുറസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടും ഒരേ വാല്യൂ ഉള്ള സ്ട്രൈക്ക് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡെൽറ്റ വാല്യൂ വ്യത്യാസമുള്ള സ്ട്രൈക്കുകളാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ ഓപ്പോസിറ്റ് സ്ഥലത്ത് ഡെൽറ്റ വാല്യൂ കുറവാണെങ്കിൽ അതൊരു 5 പോയിൻ്റേ കയറത്തുള്ളൂ. അപ്പം നമുക്ക് അപ്പുറത്ത് ബ്രേക്ക് ഔട്ട് ആവണതും ഇപ്പുറത്ത് മൂവ് ചെയ്യണതും ഒരേപോലെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രണ്ടും ഒരേ സ്ട്രൈക്ക് മാക്സ് പെയിൻ ലെവലുള്ള സ്ട്രൈക്ക് എടുത്തു വച്ചിരിക്കുന്നതിൻ്റെ റീസൺ. 172 ബ്രേക്ക് ചെയ്താൽ 180 ഒരു 7 പോയിൻ്റ് കിട്ടും. 145 താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ആയ പി ഡൗണും ആവും. ഒരു നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഇപ്പോൾ എന്തായാലും ഉടനെ വരും, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. രാവിലെ പക്ക കൺസോൾട്ടേഷനാണ്, വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കേസാണ്. കാരണം ഒന്നാമത് ഇത്രയും വലിയൊരു ഡൗണാണ് വന്നിരിക്കണേ. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം 160 താൽക്കാലികമായിട്ടുള്ള ഒരു ഫിക്സഡ് പോയിൻ്റാണ്. ഇപ്പോൾ ഒരു പിയിൽ ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിയിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരികയാണെങ്കിൽ അത് മാക്സിമം വന്ന് സപ്പോർട്ട് എടുക്കുന്ന ഏരിയ 140 അല്ലെങ്കിൽ 138 ആയിരിക്കും. അതായത് പിയിൽ RSI ഹൈവേയിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിയിൽ മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പിയിൽ ഒരു ബിഗ് സ്റ്റോപ്പ് ലോസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് മേ ബി വരാനുള്ള പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 138-40 വരെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ നിന്ന് ഡംപായ 124 അപ്പോൾ അങ്ങനെ അത് ഡംപ് ആവുകയാണെങ്കിൽ അത് നമുക്ക് ഇപ്പുറത്ത് ഈസി ആയിട്ട് പിടിക്കാം. 170 മുതൽ എവിടം വരെ 185 വരെ കിടപ്പുണ്ട്. കാരണം 221 പോയിൻ്റ് ഗ്യാപ്പ് ഡൗൺ ആണെന്നും പറഞ്ഞിട്ട് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഉണ്ടോയെന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഗണിതകശാസ്ത്രം വെച്ച് കബഡി നിരത്തി നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ആ 230 സസ്റ്റെയിൻ ചെയ്ത് ആ പി കണ്ടിന്യൂവേഷനായിട്ട് കുറേ കൂടെ മാർക്കറ്റിലേക്ക് പോയേക്കാം. നമ്മൾ അങ്ങനെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ പലരും അങ്ങനെ ചിന്തിക്കാറുണ്ട്. 223 പോയിൻ്റ് ഡൗൺ ആയില്ലേ, അപ്പോൾ ഇനി എന്തായാലും തിരിച്ചൊരു മൂവ്മെൻറ്റ് വരൂലേ എന്നാണ് മെജോറിറ്റി ആൾക്കാരും ചിന്തിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
പി താഴത്തോട്ട് പൊക്കോട്ടെ, താഴത്തോട്ട് പോയാൽ നമുക്ക് 170 മുതൽ 180 വരെ സ്പേസ് കിടപ്പുണ്ടല്ലോ. പിയുടെ ലോവർ വിക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് താഴത്തോട്ടൊരു ഡംപ് നമുക്കൊന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പുറത്ത് പോയാൽ അപ്പുറത്ത് കിട്ടണം, നമുക്കത്രേ ഉള്ളൂ. $172 ബ്രേക്ക് ചെയ്താൽ ഉടനെ നമുക്കിത് വിടാം. എന്നിട്ട് ആ ഒരു ലോസ് നമുക്ക് ഇപ്പുറത്ത് പ്രിപ്പയർ ചെയ്തെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ലിമിറ്റ് ഓർഡർ ഇടാം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്യാം. പിയിൽ 160 എന്തായാലും ടച്ച് ചെയ്തിട്ടില്ല. 160 എന്നുള്ള ലെവലൊക്കെ ടച്ച് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പം അത് മുകളിലേക്ക് കുതിക്കുന്നതിന് മുമ്പ് ഒരു കൺസോൾട്ടേഷൻ സോണിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പതുക്കെ ഹൈവേയിലേക്ക് കയറാൻ തയ്യാറെടുത്തിട്ടാണ് പി നിൽക്കുന്നത് തന്നെ. ഒരു ഡൈവർജൻസിൻ്റെ ലെവലിലേക്കൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഒരു 10-20 പോയിൻ്റ് സിംഗിൾ ക്യാൻഡിലിൽ കിട്ടും. സി ബ്രേക്ക് ചെയ്താൽ 180 വരെ എന്തായാലും ഉണ്ട്. 140 വന്നു. $172 ബ്രേക്ക് 173 ആയിട്ടങ്ങനെ നിൽക്കുകയാണ്. $73 അങ്ങ് പോകുന്നില്ല. ഒറ്റ അടിക്കുകയാണെങ്കിൽ ഒറ്റടി അടിക്കത്തുള്ളൂ. അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവിടെ 138 നമ്മൾ പറഞ്ഞ സ്ഥലത്ത് കറക്റ്റായിട്ട് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അത് ഇങ്ങോട്ട് ഡൗൺ ആയിക്കഴിഞ്ഞാൽ 180 കാരണം ഇവിടെ വൈറ്റ് ഡോട്ട് ഉണ്ട്, ഓപ്പൺ 172. ആ ഡോട്ടൊന്ന് ബ്രേക്ക് ചെയ്താൽ 180 ഇത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി. ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുക. ഇവിടെ താഴത്ത് 138 സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ 172 പക്ക ഒരു വൈറ്റ് ഡോട്ട് റിജക്ഷൻ ഉള്ള കാരണമാണ് ബ്രേക്ക് ചെയ്യാത്തത്. പിന്നെ രണ്ടാമത്തെ കേസ് പിയിൽ 160 ടച്ച് ചെയ്യാനായിട്ട് നിപ്പുണ്ട് താനും. അപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് ഒന്നും ബ്രേക്കൗട്ടായിട്ട് കിട്ടുന്നില്ല. 180 എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. ഇവിടെ 135 എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് ഇത് 180 പോകാതെ ചിലപ്പോൾ സപ്പോർട്ട് എടുക്കാനായിട്ട് 150 വന്നാൽ നമുക്ക് തിരിച്ചിവിടെ അത് പിടിക്കാവുന്ന കേസേ ഉള്ളൂ. വൺസ് അഗെയിൻ 150 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 155 ഒരു മൂവ്മെൻറ്റ്. ഇത് ആകെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ 138 നമ്മൾ പറഞ്ഞത് സപ്പോർട്ട് എടുക്കാനായിട്ട് വരാനുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കാര്യമായിട്ടുള്ള പോയിൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അതായത് ഇവിടെ 155 160 ടച്ച് ചെയ്യണം, ഇവിടെ 150 ടച്ച് ചെയ്യണം, അങ്ങനത്തെ ഒരു ലെവലിലാണ് നിൽക്കുന്നത് തന്നെ. നമ്മൾ ഇവിടുത്തെ അത് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ഞാൻ വീണ്ടും 138 എൻട്രി എടുത്തിട്ടേക്കുന്നത്. കാരണം ഇവിടെ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ 150 138 135 ഭാഗത്തേക്കാണ് നമ്മളൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചത്. ആകെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ഒരു പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് പോയിട്ടുണ്ട്. 138 റീ എൻട്രി ആണ്. ഇവിടെ ഉള്ളത് 2 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ആ 172 ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോയി. കാരണം ഇവിടെ 160 ടച്ച് ചെയ്യാനായിട്ട് വരണം. അതിൻ്റെ ഇടക്ക് താഴത്തോട്ട് ഒരു ഡംപ് നമ്മൾ പ്രതീക്ഷിച്ചു. അത് 138 നമ്മൾ പ്രതീക്ഷിച്ചത്. ആ 138 ഇവിടെ ഇറങ്ങിയിട്ട് വീണ്ടും താഴത്തുനിന്ന് കയറിയിട്ടുണ്ട്. അത് ഈ ഒരു റെഡ് ലൈൻ അല്ലെങ്കിൽ 156 ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയി നിൽക്കുന്നത്. ഇനി അതിപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ വൈറ്റ് ലൈനിലേക്ക് ടച്ച് ചെയ്ത് ഈ ടച്ച് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ ടച്ച് ചെയ്തിട്ട് പക്ക കൺസോൾട്ടേഷൻ ആയിരിക്കും.
കാരണം ഇത്രയും ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. യെല്ലോ ലൈൻ അടുത്തേക്ക് വരുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു 147 ആണെങ്കിൽ 148 നിന്ന് 138 നിന്ന് 148 വരെ 10 പോയിന്റ്. അപ്പോൾ അതൊരു 5 പോയിന്റിൽ ലോക്ക് ചെയ്തിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം RSI എന്താണ് പിയിലേക്കാണ് RSI നിൽക്കുന്നത് തന്നെ. അപ്പോൾ അതിനിടക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് താഴത്തോട്ടൊരു ഡംപ് വരും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഡംപ് 138 വരെ വരാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ 138ലാണ് നമ്മൾ എൻട്രി എടുത്തത്. അപ്പോൾ അവിടെ 2 പോയിന്റ് സ്റ്റോപ്പ് ലോസ് പോയിട്ടുണ്ട്. അതിന് പകരം ഇവിടെ നമ്മൾ 172 ബ്രേക്ക് ചെയ്ത് 180ലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഹൈ മാക്സിമം പോയേക്കണത് 4 പോയിന്റിലേക്കാണ് പോയേക്കണേ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ 1 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ആണ് അത് ഇട്ടത്. അത് 1 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ 2ഉം ഇവിടുത്തെ 1ഉം കൂടെ ചേർത്ത് 3 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. ഇവിടെ 138 എടുത്തു, 149. അപ്പോൾ 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇവിടെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ എന്താ ഗുണം? ബാക്കി 3 പോയിന്റ് മിച്ചാണ്. കാരണം ഇവിടെ ഈ ഒരു RSI ക്രോസ് ഓവർ ആവാതെ നമുക്കൊരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യൽ നടക്കുകയില്ല. രാവിലെ നമ്മൾ അത്ര പഞ്ച്വലായിട്ടും ഡിസിപ്ലിനായിട്ടും ട്രേഡ് എടുത്താൽ മാത്രമാണ് ലോസ് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും മാർക്കറ്റിലൊരു വലിയ മൂവ്മെൻറ്റ് ഇപ്പോൾ എന്തായാലും സമയത്തിനുള്ളിൽ എന്തായാലും വരണം. കാരണം ഇവിടെ ഒരു 160 മിച്ചം ഇട്ടിട്ടാണ് മാർക്കറ്റ് താഴത്തോട്ടൊന്ന് വൈഡനിങ് ചെയ്തത്. അപ്പോൾ 155 വലിയ തരക്കേടില്ലാത്തൊരു ഏരിയ ആണ്. 155 ബ്രേക്ക് ചെയ്ത ഒരു വിക്ക് പോകാനുള്ള സ്ഥലം 160 വരെ ഉള്ളൂ. കാരണം ഈ മഞ്ഞ ലൈൻ താഴെ നിൽക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് ടാലി ആവുന്നത് വരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റെഡും ഗ്രീനും മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 145 അത് ഓൾറെഡി ഇപ്പോൾ 152 160ലേക്ക് അത് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. എന്നിരുന്നാലും സ്റ്റോപ്പ് ലോസ് മാക്സിമം കയറ്റി ഇടുക. 160 ബ്രേക്ക് 156 ഒരു ടച്ചിങ് പോയിന്റ് ആണ്. 156 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 160ലേക്ക് പോകും. 53 അതിൻ്റെ ലോവിൽ നമുക്ക് ഈസി ആയിട്ട് ട്രെയിൽ ചെയ്ത് നോക്കാം. അപ്പോൾ 155 ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 160 എന്നുള്ളത് ചിലപ്പോൾ ഒരു 158 159. കാരണം 160 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ 167ലേക്ക് പോകാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. 155 റീച്ച് ചെയ്തിട്ടുണ്ട്. 156 വരെ പോയിട്ടുണ്ട്. ഇപ്പോൾ അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 156 ബ്രേക്ക് ചെയ്താൽ അടുത്തത് 160ലേക്ക്. അപ്പോൾ മാക്സിമം ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം പിയിലൊരു RSIയിലൊരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 150 താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് താഴത്തോട്ട് ഫാൾ ആവത്തുള്ളൂ. കാരണം SMA ഇവിടെ മുകളിൽ നിൽക്കുകയാണ്. പക്ക കൺസോൾട്ടേഷനാണ് മാർക്കറ്റ് നിന്ന്. ഇപ്പം ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സിംഗിൾ ക്യാൻഡിൽ നമുക്കൊരു 10-25 പോയിന്റ് കിട്ടാനുള്ള വകുപ്പ് 10 മണിക്ക് മുമ്പ് എന്തായാലും വരും. 10 മണിക്ക് എവിടെയെങ്കിലും, അതായത് 9:55-നും 10:06-നും ഇടക്ക് എവിടെയെങ്കിലും ഒരു ടാർഗറ്റിൽ മാർക്കറ്റ് ചെന്ന് ഹിറ്റ് ചെയ്യാറുള്ളതാണ് നമ്മുടെ ലൈവിലെ പൊതുവായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ 138 നിന്ന് 155 വരെ 38 നമ്മൾ സപ്പോർട്ട് എടുക്കാൻ വരുമെന്ന് പറഞ്ഞ ഏരിയ. അപ്പോൾ 138 നിന്ന് -155 ആദ്യത്തെ ടാർഗറ്റ് 17 പോയിൻ്റാണ്. 17 പോയിൻ്റിൽ നിന്ന് ഇവിടെ നിന്ന് അവിടെ നിന്നും പോയത് 5 പോയിൻ്റ് വിട്ടോ. -5 പോയിൻ്റ് വിട്ടാൽ തന്നെ 17-15 പോയിൻ്റ് ഉണ്ട്. ഇനി ഒരു 6 പോയിൻറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തേക്കുള്ള 21 പോയിൻറ്റ്. മറ്റുള്ളവരെ കണക്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല. 6 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 157 ബ്രേക്ക് ചെയ്താൽ 60ലേക്കായിരിക്കും അടുത്ത മൂവ്മെൻറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്ഥലം ഇപ്പോൾ 138 എടുത്താൽ 148 നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. 148 ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം. മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. 160 എന്ന് പറയുമ്പോൾ 159 വന്നു കഴിഞ്ഞാൽ ഒരു 155ലേക്ക് വല്ലതും ട്രെയിൽ ചെയ്ത് നോക്കാം. ഇതൊരു ഡോജി ക്യാൻഡിലാണ്. അത് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആ അളവിനുള്ള അതേ ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ 160ലേക്ക് പോകും. ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 160ലേക്ക്, ലോ ബ്രേക്ക് ചെയ്താൽ
ഫട്ടാഫട്ട് താഴത്തേക്കായിരിക്കും മാർക്കറ്റ് വീഴുന്നത്. അപ്പോൾ ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന സേഫ് ഏരിയ ഏതാണെന്ന് വെച്ചാൽ 150 ട്രെയിൽ ചെയ്ത് വെക്കാം. 38ഉം 2ഉം 40ഉം 10ഉം 12 പോയിൻ്റ് കിട്ടും. ഇല്ല 10 പോയിന്റിൽ നമുക്ക് ഈസി ആയിട്ട് ട്രെയിൽ ചെയ്ത് വെക്കാം. കാരണം ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്ന ഇങ്ങനെയുള്ള സ്ഥലത്താണ് മിക്കവാറും ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വരാറുണ്ട്. അത് മെജോറിറ്റി ഒരു 80% ബ്രേക്ക് ചെയ്ത് 160 പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. മുമ്പ് കണ്ട് ശീലിച്ചേക്കുന്ന ഒരു കാര്യം വെച്ചിട്ട് 30 സെക്കൻഡ് കൂടെ ഉണ്ട്. ആ ഒരു 156 എന്നുള്ള ഒരു ഒന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ സാധനം 160. അപ്പോൾ 158 160 ബ്രേക്ക് ചെയ്താൽ പിന്നെ കയറി പോരേണ്ടി വരും. അപ്പോൾ ഈ വാതിൽ തുറന്നു കൊടുക്കാതിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു 158, 159, 159.60 അങ്ങനെയൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ തിരിച്ചു പോരും. 158.80, 159.50, 160 ബ്രേക്ക് ചെയ്താൽ പിന്നെയും പോയിന്റ് വരും. 160, 161, 162, അത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പോകാനുള്ളത് 167. അപ്പോൾ 38ഉം 20ഉം 58, 21 പോയിൻ്റ് ഓൾറെഡി അതിൻ്റേത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ പോയിൻ്റ് എടുക്കാനായിട്ട് പറ്റുന്നത്. കാരണം 138 ഒരു ഡൗണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതാണ്. RSI അനുകൂലമായിട്ട് നിന്നതാണ്, നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് 150 സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. ആ 150 ബ്രേക്ക് ചെയ്ത് ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ 136 സി ഫാൾ ആവുന്നത്. സിയിൽ ഇതുവരെ ക്രോസ് ഓവർ വന്നിട്ടില്ല, പിയിൽ മാത്രമാണ് ഒരു ക്രോസ് ഓവർ വന്നേക്കുന്നത്. അപ്പോൾ രണ്ടും അങ്ങനെ വേണം നമ്മൾ ടാലി ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ 2 പോയിൻറ്റോ 5 പോയിൻറ്റോ ഒക്കെ മൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കുള്ള മൂവ്മെൻ്റൊക്കെ വളരെ പക്കയാണ്. ഇനി നമുക്ക് 155 ട്രെയിൽ ചെയ്ത് വെച്ചാലും വലിയ വിഷയങ്ങളില്ല. അല്ലെങ്കിൽ ഇവിടെ നമ്മളുടേതായിട്ടുള്ള ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ എക്സിറ്റ് ആവാം. കാരണം ഇവിടെ 150 ഒരു പക്ക സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഒന്നെങ്കിൽ ഇതിൻ്റെ ലോവർ വിക്ക് 156.55, ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഏത് നിമിഷവും ആ ലോവർ വിക്കിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഡൗൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതനുസരിച്ചിട്ട് നമുക്ക് കയറ്റി വെക്കാം, ഇറങ്ങാം. അതൊക്കെ ഓരോ വ്യക്തിയുടെ മൈൻഡ് സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മൾ രാവിലെ പറഞ്ഞു വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഡേ ആണ്. അതേപോലെയാണ് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് വരുന്നത്. പിന്നെ 160 എന്നുള്ള ഭാഗത്തേക്ക് എന്തായാലും മാർക്കറ്റ് മുട്ടിയേ പറ്റത്തുള്ളൂ. RSI അനുകൂലമാണ്, ട്രെൻഡ് കണ്ടിന്യൂഷൻ സൂചനയാണ് ഇവിടെ തരുന്നത്. അതൊക്കെ നമ്മൾ പ്രതീക്ഷയാണ്. അതാണ് 80% 160 മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ക്ലിയറായിട്ട് ക്ലാരിറ്റി ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിൾ. അല്ലാണ്ട് നമ്മൾ ചുമ്മാ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ്. എവിടെയാണ്? 168. 168 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 178 മാർക്കറ്റ് മൂവ് ചെയ്യണത്. ഞാനതാ പറഞ്ഞു, ഇപ്പോൾ എല്ലാവരും സിയിലേക്കാണ് എക്സ്പെക്റ്റ് ചെയ്യണത്. കാരണം മാർക്കറ്റ് 225 പോയിൻ്റ് ഡൗൺ ആണല്ലോ. 225 പോയിൻ്റ് മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ എന്താണെങ്കിലും അവിടെ നിന്നൊരു കറക്ഷൻ സംഭവിക്കുമെന്ന് മെജോറിറ്റി ആളുകൾക്ക് അറിയാം. അത് മാർക്കറ്റ് സെൻറ്റിമെൻ്റ് ആണ്. ഞാൻ പണ്ട് തൊട്ടേ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാണ് ഈ ഒരു സ്ട്രാറ്റജി തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. 166, 168 ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് ഡണ്ണാണ്. ഇനി ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ മേളിലോട്ട്. സത്യം പറഞ്ഞാൽ തല ചൂടായി, തൊട്ട് നോക്കിയാൽ അറിയാം, കണ്ണൊക്കെ വിങ്ങി. കാരണം അത്ര കോൺസെൻട്രേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് മുമ്പോട്ട് പോയത്. ആ 138 സപ്പോർട്ട്, അതായത് ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു. മേളിലോട്ട് കുതിക്കുന്നതിന് മുമ്പ് മാക്സിമം ആൾക്കാർ പറയുന്നത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അല്ലത്. എന്നെ സംബന്ധിച്ച് ആ താഴത്തോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എവിടം വരെ വരാം, അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് കുതിക്കുന്നതിന് മുമ്പ് എവിടം വരെ താഴത്തോട്ട് വരാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡോട്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പം നമ്മൾ 145 താഴത്തോട്ട് വന്നാൽ പിന്നെ എന്തായാലും ഒരു ഡൗൺ വന്നാൽ
138 നിന്നായിരിക്കും മാർക്കറ്റ് സപ്പോർട്ട് എടുക്കണേ. അപ്പോൾ ആ ലോസ് ഇപ്പുറത്ത് റിക്കവർ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ 2 പോയിൻറ്റും ഇവിടെ 2 പോയിൻറ്റ് 5 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് നിങ്ങൾ കൂട്ടിയാൽ തന്നെ ഓൾമോസ്റ്റ് മാർക്കറ്റ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഒരു 165ലേക്ക് ഇനി ട്രെയിൽ ചെയ്ത് വെച്ചാലും വലിയ വിഷയങ്ങളില്ല. 40 നിന്ന് 65 പോയിൻറ്റ്, 25 പോയിൻറ്റ്, അല്ലെങ്കിൽ അതിലൊരു 5 പോയിൻറ്റ്, 10 പോയിൻറ്റ് പോയാലും കൂട്ടിക്കഴിഞ്ഞാൽ ട്രെയിൽ ചെയ്ത് മാർക്കറ്റ് ഏകദേശം നമുക്കതൊന്ന് വൈഡനിങ് ചെയ്യാം. മാർക്കറ്റ് ഇനി പോകാനുള്ളൊരു ഏരിയ നമ്മൾ ഫൈനലി മാർക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ ട്രേഡിങ് ആ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ടാർഗറ്റൊക്കെ ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 180 നമ്മൾ പറഞ്ഞത് 160, 180, 197 നമ്മൾ മാർക്കറ്റിൽ പറഞ്ഞത്. ഇപ്പോൾ 178.70 മാർക്കറ്റ് നിൽക്കുന്നത്. 179.75, 180 ആയിട്ടുണ്ട്. അത് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോവുക. ഫൈനൽ ടാർഗറ്റ് 197. ഇന്നലെ ഇതേപോലെ തന്നെയാണ് മാർക്കറ്റ് നമ്മൾ 140 നിന്ന് എടുത്തിട്ട് 200 നമ്മൾ ഇറങ്ങിയ ഒരു ചരിത്രം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ സിയിലാണ് നമ്മൾ ഇതേപോലത്തെ ഒരു എൻട്രി എടുത്തിട്ട് ഓരോ ബ്രേക്ക് ചെയ്ത് 200 വരെ നമ്മൾ എത്തിച്ചത്. ആ സെയിം മൂവ്മെൻറ്റ് ഇന്ന് രാവിലെ നടന്നു. പക്ഷേ ഇന്ന് 9:42 മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ആ വൈറ്റ് ഡോട്ടിലാണ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 197 നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇന്ന് 10 മണിക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് 45 9:45 ആകുമ്പോൾ ചെറിയൊരു ലോ വരാം. അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡലിന് സെറ്റിൽ ആവാനുള്ള ടൈമുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ 197 ഇടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴത്തോട്ട് 180ലേക്ക് ഫാൾ ആവണം. അപ്പോൾ ഒരു 180ലേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 191, 192, അപ്പോൾ ഒരു 180 വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക. ബാക്കി പോണത്രോളം പോട്ടെ എന്ന് വിചാരിക്കാം. 191, 9:45 ആവുന്നു. 9:45-ന് 197 ഏതെങ്കിലും ഒരു ട്രിഗർ ടച്ച് ചെയ്യണം. ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു വയലറ്റ് ലൈൻ്റെ ബോട്ടത്തിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് അവിടെയൊക്കെ സേഫാണ്. ഒരു 195 കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ എന്തായാലും 195 എത്തണം, അല്ലാതെ വേറെ നിവൃത്തിയില്ല. ദൈവാനുഗ്രഹം കൊണ്ടാണ് ഒന്ന് വൈഡനിങ് ചെയ്യാനായിട്ട് തോന്നി. 195 കൺസോൾട്ടേഷൻ സോണാണ്. ഇതിന് പറയുന്നതാണ് 1/3 മാർക്കറ്റ് എന്ന് പറയാറുണ്ട്. മാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടി കയറ്റിയിട്ട് ഇറക്കുക എന്നുള്ളൊരു പരിപാടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് എല്ലാവരും തിരിച്ചു വരുമെന്നും പറഞ്ഞിട്ട് സിഇഒ എടുത്ത് ഹോൾഡ് ചെയ്തു. നമ്മൾ മാർക്കറ്റ് ആ ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ നമ്മളങ്ങ് പോയി. 192, 195ലേക്ക് പോട്ടെ. അപ്പോൾ ഒരു ഇപ്പോൾ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്കൊക്കെ എടുത്തിട്ട് ലോക്ക് ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു കറക്ഷൻ ഇവിടെ സംഭവിക്കും എന്തായാലും, കാരണം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. 190, 9:44 190 ഒരൊറ്റ വിക്ക് അടിച്ചാൽ മതി. 194, 194.60, 194, 195, 196, 197 നമ്മുടെ ടാർഗറ്റ് കറക്റ്റായിട്ട് 197 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും രാവിലത്തെ പരിപാടി 197 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനി പോകാനുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിപ്പും കൂടെ അടിക്കാനുണ്ട് 203. അപ്പോൾ ഒരു 195 അല്ലെങ്കിൽ ഒരു 190 ലോക്ക് ചെയ്തിട്ടിരിക്കുക. ബാക്കി നമുക്ക് വന്നെടുത്ത് വെച്ച് കാണാം. 200 ഒരു വിക്ക് കൂടെ അടിക്കാനുണ്ട്. 200 ഓക്കെ. അപ്പോൾ ഒരു 190 ലോക്ക് ചെയ്തിട്ട് പോകണമെങ്കിൽ പോട്ടെ, കിട്ടണമെങ്കിൽ കിട്ടട്ടെ. ഈ 203 എന്നുള്ളത് ഇവിടെ ഒരു ലെവലുണ്ട്. അതായത് 203 ടിപ്പ് അടിക്കാനുണ്ട്. 172.5 പോയത്. 203 ഒരു വിക്കും കൂടെ അടിച്ചാൽ അവിടെ നിന്ന് റിവേഴ്സ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് പോവാം. 9:45 202, 204, 206, 208, 210 പോട്ടെ. 15 മിനിറ്റ്സിലേക്ക് ഞാനൊന്ന് മാറ്റട്ടെ. 15 മിനിറ്റ്സിൽ എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കിടപ്പുണ്ട്, അതുകൊണ്ടാണ്.
217, 220 കയറ്റി വെക്കുക. ഒരു 200 കൊണ്ടുപോയി ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു സ്ട്രഗിൾ ഉണ്ട്. ഇവിടെ 2 ക്യാൻഡിൽ കഴിഞ്ഞിട്ടാണ് ഒരു അപ്പ് എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. നമ്മളത് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ, ഇത് മാക്സിമം ലോക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ 339 നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു, ഇന്നല്ല കേട്ടോ, ചിലപ്പോൾ അത് കറങ്ങിത്തിരിഞ്ഞ് നാളെ മറ്റന്നാളോ വൈകിട്ടൊക്കെ ആയിട്ട് കറങ്ങിത്തിരിഞ്ഞ് വരുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു വീഡിയോ നിങ്ങൾ എടുത്തൊന്ന് കാണണം. മാർക്കറ്റ് എവിടെ പോയാലും തിരിച്ച് 450 എന്ന് പറഞ്ഞ ഒരു പ്രൈസ് ലൈനിലേക്ക് മാർക്കറ്റ് വരുമെന്നുള്ള ഒരു കാര്യങ്ങൾ അന്നത്തെ ഒരു വീഡിയോയിൽ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു വീഡിയോ ഒരു ലൈവിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് എവിടെ പോയാലും മാർക്കറ്റ് തിരിച്ചു വരും. എന്നത്തെ വീഡിയോയിലെ ലൈവിലാണ് പറഞ്ഞേക്കണതെന്ന് വെച്ചാൽ 26 ഫ്രൈഡേയിലാണ് ലൈവ് വീഡിയോ എടുത്ത് കാണുക. ആ ലൈവ് വീഡിയോയിൽ എന്താ പറഞ്ഞ സിയിലൊരു മൂവ്മെൻറ്റ് കിട്ടിയപ്പോഴത്തേക്കും ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ സ്ട്രൈക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് കറങ്ങിത്തിരിഞ്ഞ് 450 എന്നുള്ള ഒരു പ്രൈസിലേക്ക് മാർക്കറ്റ് വരണം. അപ്പോൾ ഇത് മാർക്കറ്റ് എവിടം വരെ പോകാം? 339 വരെ പോകാം. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, അത് ചിലപ്പോൾ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ചയൊക്കെ ആയിട്ടായിരിക്കും മാർക്കറ്റ് 339 പോകുന്നത്. ഇപ്പോൾ മാക്സിമം ഒരു 200 നിങ്ങൾ ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ 200 ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ 220 നിങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇവിടെ ഒരു സ്ട്രഗ്ലിങ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് 2 മിനിറ്റിൽ ഓൾറെഡി ഡണ്ണാണ്. ക്രോസ് ഓവറും കാര്യങ്ങളൊക്കെ ഡബിൾ ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ സിയിൽ ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എഗെയിൻ, അപ്പോൾ ഇപ്പോൾ ബ്ലൂ ലൈനിലാണ് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് സിയിൽ. അപ്പോൾ ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് 124 ഒരു 6 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്താൽ ഇത് 155 വരെ മേ ബി വന്നേക്കാം. അതൊരു പരീക്ഷണമാണ്, ഉറപ്പൊന്നുമില്ല. നിൽക്കുന്ന ക്യാൻഡിൻ്റെ ലോവിലേക്ക് പോവാതെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 146 155 മാർക്കറ്റ് വന്നേക്കാം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ പരിപാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മൾ പറഞ്ഞു, മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാകും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഏകദേശം 130 മുതൽ 222 വരെ. അപ്പോൾ അതിനകത്ത് 210 ലോക്ക് ചെയ്തവർക്ക് വളരെയധികം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ലൈവ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. കറക്റ്റ് 42 മിനിറ്റ്. ഏകദേശം ഈ ഒരു സമയം കൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോയും വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരാഴ്ച വളരെ ഭംഗിയായിട്ടുള്ളൊരാഴ്ചയായിരുന്നു. മാക്സിമം സ്റ്റോപ്പ് ലോസ് ഒന്നും അടിച്ചിട്ടില്ല. ഇൻ കേസ് എത്ര സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ട്രെയിൽ ചെയ്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ 10 പോയിൻ്റ് പൊക്കോട്ടെ, 20 പോയിൻ്റ് പൊക്കോട്ടെ, 138 നിന്ന് പകല് ട്രെയിൽ ചെയ്ത് വന്നാൽ 210 മൂവ്മെൻറ്റ് 72 പോയിൻ്റാണ് ഈസി ആയിട്ട് ട്രെയിൽ ചെയ്ത് കിട്ടിയത്. അതിനകത്ത് അപ്പുറത്ത് മറ്റേത് 20, 25, 30 പോയിൻ്റ് പോയാലും 10, 35 പോയിൻ്റ് ഓൾറെഡി ഇതിൽ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിവേ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ പഠിക്കാൻ താല്പര്യമുള്ളവർക്കോ എന്നെ നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇത് പിൻബാറായിട്ട് ഫോം ചെയ്താൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. 121 വരെ അത് ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 121 സ്റ്റോപ്പ് ലോസ് എൻട്രി, ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് എൻട്രി. അപ്പോൾ അത് ലോസ് പോയാൽ അത് അംഗീകരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 145 ആയിരിക്കും. അപ്പോൾ ഇത് ഫൈനൽ എൻട്രി ആണ്. ഒന്നെങ്കിൽ 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്, ഇല്ലാന്നുണ്ടെങ്കിൽ 145 ടാർഗറ്റ്. അപ്പോൾ എനിവേ, നമുക്ക് എല്ലാം ഞാൻ പറഞ്ഞു ഓൾറെഡി കഴിഞ്ഞതാണ്. പിന്നെ ഇതും കൂടെ കുറച്ച് നേരം പേഴ്സണൽ ടോക്കൊക്കെ ആയിട്ട് പോയതുകൊണ്ടാണ്. ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് RSIയിൽ ഒരു 45 ഡിഗ്രി മടക്ക് വന്നത്. അത് 130 ബ്രേക്ക് ചെയ്താൽ 135 മൂവൊക്കെ കിട്ടിയേക്കാം. അപ്പോൾ എനിവേ 45 മിനിറ്റ് ആയിട്ടുണ്ട്. 45 മിനിറ്റായി. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ തിങ്കളാഴ്ച പൂർവാധികം ശക്തിയോടുകൂടിയും നല്ല രീതിയിലും ട്രേഡ് എടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.